തന്നായിരുന്നു. ഞാൻ പെട്ടെന്നങ്ങ് മറന്നുപോയതാ. നേരം ഒരുപാടായി, നമുക്ക് പോണ്ടേ അമ്മ? അമ്മു കേറിക്കോ. അരുവേട്ടൻ ഇന്നലെ ഡോക്ടർ സൂപ്പറിനെ കണ്ടിരുന്നു. ഇല്ല. എന്താ ചാരു? വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. ഇന്നലെ ഉച്ചയ്ക്ക് അരുവേട്ടൻ അതുവഴി പോകുന്നത് കണ്ടുന്ന് എന്റെ ഓഫീസിലൊരു സ്റ്റാഫ് പറഞ്ഞു. വേറെ ആരെങ്കിലും ആയിരിക്കും. ഒരാളെ പോലെ എത്ര പേരുണ്ട്? നമ്മുടെ കാറിന് നിറമുള്ള എത്ര കാറുകളാ ഉള്ളത്? അരുവേട്ട, നമുക്ക് ഹോസ്പിറ്റലിലേക്കൊന്ന് പോയാലോ? ഹോസ്പിറ്റലിലോ? എന്തിന്? അല്ല, ലാത്തി ചാർജിൽ കുറച്ച് കുട്ടികൾക്ക് പരിക്ക് പറ്റി ഹോസ്പിറ്റലൈസ്ഡ് ആണെന്നല്ലേ പറഞ്ഞത്? അവരെ ചെന്നൊന്ന് കാണണ്ടേ? അത് വേണം, പക്ഷെ ഇന്ന് വേണ്ട. നാളെ പൊയ്ക്കോളാം. നാളെ ഞാൻ കോളേജിൽ നിന്ന് പൊയ്ക്കോളാം. എന്തിനാ നാളെ ആക്കുന്നേ? ഇന്ന് ഫ്രീ അല്ലേ? എനിക്കും വരാമല്ലോ. അത് പിന്നെ ഇന്ന് അല്ലെങ്കിൽ തന്നെ ഹോസ്പിറ്റലിലൊക്കെ നീ എന്തിനാ വരുന്നേ? അതും ഈ അവസ്ഥയിൽ. എന്തൊക്കെ രോഗമുള്ളവരാ അവിടെ ഉള്ളതെന്ന് അറിയാമോ? പകർച്ചവ്യാധികളുടെ സീസണാ. ശരി, എങ്കിൽ ഞാൻ വരുന്നില്ല. സന്തോഷായില്ലേ? ഇതിലിപ്പോ പ്രത്യേകിച്ച് സന്തോഷിക്കേണ്ട കാര്യം എന്താ? അരുട്ടാ, എന്താ ചാരു? ഒന്നുമില്ല. എനിക്ക് കുറച്ച് ബുക്സ് റെഫർ ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, അരുവേട്ടൻ എന്നിൽ നിന്നും എന്തോ മറയ്ക്കുന്നുണ്ടെന്ന്. ഞാനത് കണ്ടുപിടിക്കും. ആരാ? കോളേജിൽ നിന്ന് ഷാജു സാറാ വിളിക്കുന്നത്. ലാബിന്റെ കാര്യം പറയാൻ വേണ്ടി വിളിക്കുന്ന. ഹലോ, ഇവിടെ റേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. ഹലോ ഹലോ, കേൾക്കുന്നില്ല. ഞാനൊന്ന് പുറത്തിറങ്ങിക്കോട്ടെ. ഹലോ, പറഞ്ഞോളൂ. സംസാരിച്ചോ? എനിക്ക് ധൈര്യം കിട്ടിയില്ല. ഞാൻ എങ്ങനെയാ? പലതവണ ആലോചിച്ചു രണ്ടും കൽപ്പിച്ച് പറയാന്ന്. പക്ഷെ അവളെങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ. എങ്കിൽ അരുൺ പറയണ്ട, ഞാൻ പറഞ്ഞോളാം. ഡോക്ടർ എന്ന നിലയിൽ എനിക്ക് പറയാലോ. അകത്ത് നിൽക്കുകയാണെന്ന് തോന്നുന്നു. അവളുടെ മനസ്സ് വിഷമിക്കുന്ന കണ്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല. ശരി സുമി. നാളെ ലാബിന്റെ ടൈം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചതാ വിനോദ് സാറ്. വിനോദ് സാറല്ല, ഷാജു സാർ. അരുവേട്ടന് തെറ്റിപ്പോയി. അതെ, ഷാജു സാർ. പേര് മാറിയതാ ധൃതിയില്. നല്ല പരിപാടിയൊന്നുമില്ലേ? ബോറടിക്കുന്നു. ഞാൻ പോയൊന്ന് കുളിച്ചിട്ട് വരാം.
ചാരു, എന്താ ഇത്? എന്തിനാ നീ കരയുന്നേ? ഹരിവേട്ടൻ എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ട്. എനിക്കത് അറിയണം, അറിഞ്ഞേ പറ്റൂ. എന്താ ചാരു നീ പറയുന്നേ? ഞാൻ എന്ത് മറച്ചു വെച്ചുന്നാ? ഹരിവേട്ട, ഈ പുരികക്കുടി ഒന്ന് വളഞ്ഞ അത് മനസ്സിലാക്കുന്നവളായി ചാരു. എന്റെ മുമ്പിൽ ഹരിവേട്ടൻ അഭിനയിക്കണമെന്നുണ്ടോ? ഞാൻ അഭിനയിക്കേ? നീ വെറുതെ എന്തൊക്കെയാ? എങ്കിൽ പറയ, എന്തിനാ ഹരിവേട്ടൻ സുവർണ ഡോക്ടറെ അവരുടെ വീട്ടിൽ രഹസ്യമായി പോയി കണ്ടത്? എന്തിനാ കോളേജിലെ ലാത്തി ചാർജ് ഉണ്ടായി എന്നോട് കള്ളം പറഞ്ഞത്? എത്ര സ്റ്റുഡൻസാ തലപൊട്ടി ഹോസ്പിറ്റലിലായത്? അത് പിന്നെ ഹരിവേട്ട, എനിക്കത് സഹിക്കാനാവുന്നില്ല. എന്തിനാ ഹരിവേട്ടൻ ഇങ്ങനെ? ഞാൻ എന്ത് ചെയ്തിട്ടാ? വേണ്ട, എനിക്കൊന്നും സംസാരിക്കാനില്ല. ചാരു, ഞാനെല്ലാം പറയാം. ഇത് ഞാൻ എങ്ങനെ ചാരു നിന്നോട് പറയാ? പെട്ടെന്ന് കാണണമെന്ന് ചാരുലത പറഞ്ഞപ്പോ ഞാൻ ടെൻഷൻ അടിച്ചു. എന്തു പറ്റിയാവോന്ന്. ശരിക്കും ടെൻഷനുണ്ട് എനിക്കും ഹരിവേട്ടനും. അതിപ്പോ കൂടി വന്ന് സഹിക്കാൻ പറ്റാതായി. ചാരുലത ഹരിവേട്ടൻ എന്നോടെല്ലാം പറഞ്ഞു. ചാരുലതയെ അന്ന് കണ്ടപ്പോഴേ ഈ മുഖം ഞാനങ്ങ് മനസ്സിൽ ഓർത്തു വെച്ചിരുന്നു. എന്തോ ഒരു പ്രത്യേകത ഈ മുഖത്തിനുണ്ടെന്ന് ഞാൻ സുമിയോട് പറയുകയും ചെയ്തിരുന്നു. അതിപ്പോ എന്താ പറയാ, ഒരു ഡാൻസുകാരുടെ മുഖം. ചാരുലത ഡാൻസ് ചെയ്യോ? ഇല്ല. അത് നുണയാ. ഒരു ആർട്ടിസ്റ്റിന് മറ്റൊരു ആർട്ടിസ്റ്റിനെ തിരിച്ചറിയാൻ കഴിയും. ചാരുലത ഡാൻസ് ചെയ്യുമെന്ന് 100 വട്ടം എനിക്കറിയാം. വല്ലപ്പോഴും. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ മടിക്കണ്ട കേട്ടോ. ഞാനിപ്പോ ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാം. ചിറ്റേ, നിക്ക്, ഞാനൊരു സ്റ്റെപ്പ് ചായ എടുക്ക്. എപ്പോഴും ചിറ്റേ ചെല്ല്. ചായ ഉണ്ടാക്കി തന്നിട്ട് ഞാൻ സ്റ്റെപ്പ് കാണിച്ചു തരാം കേട്ടോ. ചിറ്റയ്ക്ക് അറിയില്ലല്ലോ നമ്മൾ സംസാരിക്കുന്ന വിഷയത്തിന്റെ ഗൗരവം. അത് സാരില്ല. ഞാൻ അരുൺകുമാറിനോട് കാര്യങ്ങൾ വ്യക്തമാക്കിയെന്നേ ഉള്ളൂ. ചില സാധ്യതകൾ നമ്മൾ അവഗണിച്ചാൽ പിന്നീടത് തിരുത്താൻ കഴിയാതെ പോവും എന്നതുകൊണ്ട്. പക്ഷേ കാത്തിരുന്ന് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടാവാൻ പോകുമ്പോ ഇങ്ങനൊരു വിധി. ഞാനിപ്പോ ചിന്തിക്കുന്നത് എനിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ, എന്റെ കുഞ്ഞിനൊന്നും വരുത്തരുത് എന്ന.
അതിനെ ഒരുപാട് ആശിക്കുന്നുണ്ട് അരുവേട്ടൻ. എനിക്കറിയാം, കുഞ്ഞിനെന്തേലും സംഭവിച്ച എന്റെ അരുവേട്ടൻ തകർന്നു പോവും. അത് ഓർക്കാൻ പോലും വയ്യ എനിക്ക്. അത്രയ്ക്ക് ഇഷ്ടമാണോ ചാരുലതയ്ക്ക് അരുണിനെ? ആ ഇഷ്ടം എത്രത്തോളം വലുതാണെന്ന് എനിക്കൊരിക്കലും പറഞ്ഞു ഫലിപ്പിക്കാൻ പറ്റില്ല സുപർണ. അതാണ് എന്നെ ഇപ്പൊ തളർത്തുന്നതും. ഇതുവരെ ഞാൻ മാത്രമായിരുന്നു അരുവേട്ടന്റെ ലോകത്തുണ്ടായിരുന്നത്. ഇപ്പോ ജനിക്കാൻ പോകുന്ന ഞങ്ങളുടെ കുഞ്ഞു അതിലിടം നേടിക്കഴിഞ്ഞു. അവൻ പല്ലില്ലാതെ മോണ കട്ടിച്ചിരിക്കുന്നത്, കുളിപ്പിച്ചൊരുക്കുന്നത്, താരാട്ടുപാടി ഉറക്കുന്നത്, പിച്ച വെച്ച് നടക്കുന്നത്, ഇതിന്റെയൊക്കെ കാര്യം പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ പിണങ്ങിയിട്ട് പോലും ഉണ്ട്. എന്നിട്ടിപ്പോ ആ കുഞ്ഞിന്റെ ജീവൻ പോലും എനിക്ക്. കരയാതിരിക്കൂ. ഏയ്, എന്താ ഇത്? ദാ, ചായ. ചാരു, ചായ കുടിക്ക്. സുവർണ, എന്നെ ചാരു എന്ന് അരുവേട്ടൻ മാത്രമേ വിളിക്കാറുള്ളൂ. ഓ, എങ്കിൽ അരുൺകുമാർ തന്നെ അങ്ങനെ വിളിച്ചോട്ടെ. എനിക്ക് ചാരുലത മതി. ചായ കുടിക്ക്. അല്ലെങ്കിലും ഈ ചാരു ഒരു സുഖമില്ലെന്നേ. പിന്നെ ചാരുലതേ, നീ ഒരു ഡാൻസർ, ഞാനും ഒരു ഡാൻസർ. നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞതുപോലെ നീ എന്നെ തിരിച്ചറിഞ്ഞില്ല. അതില് എനിക്ക് വല്ലാണ്ട് പരാതിയുണ്ട് കേട്ടോ. ചിറ്റ നന്നായി ഡാൻസ് ചെയ്യും. ഭരതനാട്യത്തിലാ സ്പെഷ്യലൈസേഷൻ. ദേ നോക്ക്, ഞാൻ ഇപ്പൊ ഒരു സ്റ്റെപ്പ് കാണിച്ചു തരാം. തിതി തേ തിതി തേ തിതി തേ തിതി തേ. നന്നായിട്ടില്ലേ? ഇനി അടുത്തത് തിത്തി തേ തിത്തി തേ തിതി. ചിറ്റേ, എങ്കി പിന്നെ നിങ്ങൾ സംസാരിച്ചിരിക്കെ. എനിക്ക് കിച്ചണിൽ കുറച്ച് കുച്ചിപ്പൊടി, അല്ല കുറച്ച് പാചകമുണ്ട്. ഞാൻ വരാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് പ്രത്യേകം ചോദിക്കാൻ മടിക്കല്ലേ. കുഞ്ഞുങ്ങൾ ഇനിയും ഉണ്ടാവും ചാരുലതേ. വെറുതെ സങ്കടപ്പെട്ട് മനസ്സ് വിഷമിപ്പിക്കരുത്. ഇപ്പൊ ഒരു ഡോക്ടർ എന്ന നിലയിൽ നിന്റെ മാത്രം ജീവൻ രക്ഷിക്കുക എന്നതാ എന്റെ ലക്ഷ്യം. പിന്നെ ക്യാൻസർ ഒന്നിന്റെ അവസാനമല്ലെന്ന് ചാരുലത തിരിച്ചറിയണം. ചായ കുടിച്ചില്ല? വേണ്ട, ഞാൻ ഇറങ്ങ. പിന്നെ ഞാനിങ്ങോട്ട് വന്ന കാര്യം അരുവേട്ടൻ അറിയണ്ട. ഒന്നും സംഭവിക്കാത്ത പോലെ അരുവേട്ടന്റെ മുമ്പിൽ അഭിനയിക്കാൻ എനിക്കത് തടസ്സവും. അതുകൊണ്ടാ. ശരി, ഞാൻ പറയുന്നില്ല. നീ നിന്റെ അരുവേട്ടനെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് 1 വർഷമല്ലേ ആയുള്ളൂ ചാരുലതേ. എന്നിട്ടിങ്ങനെ. അപ്പോ എന്റെ കാര്യോ? നിനക്കത് ചിന്തിക്കാൻ പോലും കഴിയില്ല. തിരിച്ചറിവായ കാലം തൊട്ട് എന്റെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന എന്റെ കളിക്കൂട്ടുകാരനോടുള്ള പ്രണയം. ഉത്തരവുണ്ടോ ചാരുലതേ നിനക്ക്? ഹലോ സഖാവേ, എന്തുണ്ട്? ശ്വേത എവിടെയാ? ഞാനോ? ഞാൻ ഞാനിപ്പോ കോളേജിലാ. എന്താ?
ഹലോ ശ്വേത, ഫോൺ കട്ടായോ? റേഞ്ച് കിട്ടുന്നില്ല, അതാ. അപ്പോ ആ അർജുൻ തന്നെയാണ് ഈ അർജുൻ എന്ന് ഇനി ഒരു സംശയത്തിന്റെ ആവശ്യമില്ല. എന്താടി ഏയ്, നിനക്കാരേ സംശയം? സംശയോ? എന്ത് സംശയം? നീ എന്ത് പിച്ചുമ്പയോ പറയുന്നേ? നമുക്ക് പോവാം. ഇവക്ക് സംശയമില്ലെങ്കിൽ പിന്നെ എനിക്കെന്താ? മുത്തച്ഛ, നീ കാര്യം പറ മോളെ, നീ കാര്യം പറ. കണ്ടുപിടിച്ചു മുത്തച്ഛ, ഞാൻ കണ്ടുപിടിച്ചു. കണ്ടുപിടിച്ചെന്നു? ആരെ കണ്ടുപിടിച്ചെന്നാ? ആ കള്ളൻ അർജുനൻ. അവൻ ആരാണെന്ന് ഇന്ന് ഞാൻ കണ്ടുപിടിച്ചു. കൊള്ളാമല്ലോ. ആരാ അവൻ? സംശയം എന്താ? ഞാനന്ന് ബ്ലഡ് കൊടുത്ത അർജുൻ തന്നെ. നീ എങ്ങനെ കണ്ടുപിടിച്ചു അവനെ? അവൻ എന്റെ മുമ്പിൽ വന്ന് ചാടി. അവൻ അറിയാതെ ഞാൻ അവനെ വാച്ച് ചെയ്തു. അങ്ങനെയാ. ആട്ടെ, ആള് കാണാനെങ്ങനാ? വലിയ കുഴപ്പമില്ല. മുടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഏതാണ്ട് ഒരു ഗന്ധർവന്റെ കെട്ട്. പക്ഷേ എനിക്കവനെ മനസ്സിലായത് ഞാൻ അവനെ അറിയിച്ചില്ല. അതാ കളി. അവനെ കൊണ്ട് തന്നെ പറയിക്കണം അവനാണ് ഇവനെന്ന്. എന്തു പറയിപ്പിക്കുന്ന കാര്യമാ? കുറച്ചു നേരമായല്ലോ രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന. അതോ നിനക്കൊരു കല്യാണാലോചന? ആഹാ, കൊള്ളാലോ. ആരാ വരൻ? നമ്മള് തവളവിടത്തക്കാരൻ മാത്തച്ഛൻ. ബഹുമെടുക്കനാ. സന്ധ്യയാവുമ്പം ഇത്തിരി കള്ളു കുടിച്ചിട്ട് തെറി പറയുമെന്നേ ഉള്ളൂ. ഒരു ദുസ്വഭാവവും ഇല്ല കേട്ടോ. ആദ്യം നിങ്ങളുടെ കെട്ട് നടക്കട്ടെ, എന്നിട്ട് മതി എനിക്ക്. മൂപ്പത്തേക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനൊന്ന് സമാധാനിപ്പിക്കട്ടെ. അർജുന, ഇനി അമ്പ ചെയ്യാൻ പോകുന്നത് ഈ ശ്വേതയാ. ഇനി മുതൽ നീ ആയുധം നഷ്ടപ്പെട്ട ഒരു പാവം പോരാളി. അരുവേട്ടാ, എന്താ ചാരു? ഞാനൊരു കാര്യം പറഞ്ഞ അരുവേട്ട് മറുത്തൊന്നും പറയരുത്. നീ പറയേ. എനിക്ക് ക്യാൻസറിന്റെ ആരംഭമാണെന്നുള്ള കാര്യം. ചാരു, ചില സിംറ്റംസ് വെച്ച് അതൊക്കെ ക്യാൻസർ ആണെന്ന് നമ്മൾ തന്നെ പറഞ്ഞു നടക്കരുത്. പിന്നെ എന്ത് മരുന്ന് കഴിച്ചിട്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. നിന്നോട് എനിക്ക് മറ്റൊരു കാര്യം പറയാനുണ്ട്. ഇതിന്റെയൊക്കെ പേരിൽ നീ തളർന്നു പോകരുത്. നീ തളർന്നാ പിന്നെ ഞാനില്ല. എന്ത് സംഭവിച്ചാലും ഒന്നിച്ച് നേരിടാൻ കഴിയണം നമുക്ക്. ആ തോന്നൽ എപ്പോഴും ഉണ്ടാവണം. അത് മാത്രം അരുവേട്ടാ എന്റെ ബലം. എന്നെ പിടിച്ചു നിർത്തുന്നത് അത് മാത്രം. ഏത് മഹാരോഗവും വന്ന് മൂടിക്കോട്ടെ, അരുവേട്ടൻ കൂടെ ഉള്ളപ്പോ പിന്തിരിഞ്ഞോടില്ലേ ഈ ചാരുലത. കുഞ്ഞുവാവിക്ക് തണുക്കൂലേ? തണുത്ത കുഞ്ഞുവാവ് കിടന്ന് കരയൂലേ? അതിനാ അമ്മു ചേച്ചി ദാ നല്ലൊരു സമ്മാനം കൊണ്ടുവന്നിരിക്കുന്നെ. നോക്കട്ടെ. നല്ല ഭംഗിയുണ്ട്. ഇതെവിടുന്ന് വാങ്ങിച്ചു? ഇന്നലെ മോളില് ഷോപ്പിങ്ങിന് പോയപ്പോ ഒരു കടയിൽ കണ്ടതാ ഇത്. അപ്പൊ എനിക്ക് നമ്മുടെ കുഞ്ഞുവാവെ ഓർമ്മ വന്നു. കയ്യോടെ ഇത് വാങ്ങി.
ചേച്ചിയുടെയും സാറിന്റെയും കുഞ്ഞിനുള്ള എന്റെ ആദ്യ സമ്മാനം ഇത്. എന്താ ചേച്ചി, എന്തിനാ കണ്ണു നിറഞ്ഞേ? അമ്മൂന് ഞങ്ങളുടെ കുഞ്ഞുവാവെ അത്രക്കിഷ്ടല്ലേ? പിന്നെ ഇഷ്ടാണോന്നോ? എന്ത് ചോദ്യ ചേച്ചി. ഇപ്പൊ തന്നെ ഞങ്ങള് തമ്മിൽ നല്ല കമ്പനിയായി അല്ലേ വാവേ? എപ്പോഴാ നീ ഇങ്ങോട്ട് വരുക? ചേച്ചിക്ക് കാണാൻ തിടുക്കായിട്ടോ. വരില്ല അമ്മു. ചേച്ചി എന്തേ പറയുന്നേ? അതെ അമ്മു, നിന്നെ കാണാൻ ഈ കുഞ്ഞുവാവ ഒരിക്കലും ഈ ഭൂമിയിലേക്ക് വരില്ല. ചേച്ചി അതിനെ കൊല്ലാൻ പോവാ.